576 പ്ലസ് 49. അപ്പോൾ AC സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് 625 എന്ന് കിട്ടി. അതിൽ നിന്നും AC-യുടെ വാല്യൂ √625 ഈക്വൽ ടു 25 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് AC കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിളിലെ 3 സൈഡ്സ് നമുക്ക് കിട്ടി. ഇനി ഈ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മുടെ ട്രിഗ്നോമെട്രിയിൽ പറഞ്ഞ സൈൻ. ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിന്റെ 8ാമത്തെ ചാപ്റ്റർ ട്രിഗ്നോമെട്രി, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി 8ാമത്തെ ചാപ്റ്ററാണ്. ട്രിഗ്നോമെട്രി എന്താണ്? മലയാളത്തിൽ ത്രികോണമിതി എന്ന് പറയും. ട്രിഗ്നോമെട്രിയിലെ റേഷ്യോസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം അത് റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പോൾ ട്രിഗ്നോമെട്രിയിൽ പഠിക്കുന്നത് അപ്പോൾ 3 സൈഡ്സ് പിന്നെ അതിൻ്റെ മെഷർമെൻറ്റ്. ട്രിഗ്നോമെട്രി ഡീൽസ് വിത്ത് ദ മെഷർമെൻറ്റ്സ് ഓഫ് സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ ഒരു ട്രയാങ്കിളിനെ സൈഡ്സോ ആംഗിൾസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ഭാഗമാണ് ട്രിഗ്നോമെട്രി. അതിൽ നോക്കേണ്ട കാര്യം, നമ്മൾ പരിഗണിക്കുന്നത് എപ്പോഴും റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. അതിൽ റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നു. ഇപ്പം ഇവിടെ ഇനി നമ്മളൊരു ആംഗിളിനെ പരിഗണിക്കുന്നു. ഇപ്പോൾ എക്സ് എന്നുള്ള ആംഗിളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തതെങ്കിൽ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്, അതുപോലെ അതിന്റെ അഡ്ജസന്റ് സൈഡ്, സെഡ് എന്നുള്ള ആംഗിളിനാണ് നമ്മൾ പരിഗണിച്ചതെങ്കിൽ ആ സെഡിന്റെ ഓപ്പോസിറ്റ് സൈഡ്, അതുപോലെ സെഡിന്റെ അഡ്ജസന്റ് സൈഡ്. ഇനി അത് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന റേഷ്യോസ് ആണ് നമ്മുടെ സൈന്, കോസ്, ടാൻ ഒക്കെ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ട്രയാങ്കിൾ വരച്ചു. ആംഗിൾ എ തീറ്റ, ആംഗിൾ തീറ്റയാണ്, 0 അല്ല, ആംഗിൾ തീറ്റ ആണെങ്കിൽ തീറ്റ നമ്മൾ ആംഗിളിനെ പറയുന്ന പേരാണ്. ആ എ എന്ന് പറയുന്ന ആംഗിളിൽ ഇപ്പോൾ ആംഗിൾ നമ്മൾ തീറ്റ എന്ന് എടുത്തെങ്കിൽ അതിന്റെ ആ എയുടെ ഓപ്പോസിറ്റ് സൈഡാണ് BC, അതുപോലെ എയുടെ അഡ്ജസന്റ് സൈഡാണ്. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട് എന്നിങ്ങനെ 6 റേഷ്യോസ് നമുക്കുണ്ട്. അതിൽ ഓരോ ട്രിഗ്നോമെട്രിയുടെ ഓരോ റേഷ്യോസും അത് ഈ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോസ് ആണ്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അത് നമ്മൾ എഴുതുന്നത് SINE ആണ് സൈനിങ്ങളും, SIN എന്ന് എഴുതിയാൽ മതി, ചുരുക്കിയാണ് എഴുതുന്നത്. ഇപ്പോൾ കൊസൈനെ നമ്മൾ കോസ് എന്നേ പറയുള്ളൂ. കൊസൈൻ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അങ്ങനെ നമ്മൾ ചുരുക്കിയിട്ട് കോസ് തീറ്റ എന്ന് പറയും. അതുപോലെ ടാൻജന്റ് തീറ്റ, അത് ഓപ്പോസിറ്റ് സൈഡ് ബൈ, അപ്പോൾ ടാൻജന്റ് നമ്മൾ ചുരുക്കി ടാൻ തീറ്റ എന്ന് പറയുന്നു. അപ്പോൾ സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി കൊസീക്കന്റ് തീറ്റ, ഈ സൈൻ തീറ്റയുടെ സൈനിന്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. അതായത് കൊസീക്കന്റ് നമ്മൾ കൊസീക്ക് എന്ന് പറയും. ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇനി ഈ കൊസീക് തീറ്റ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇനി കോസ് തീറ്റ ഈക്വൽ ടു, അപ്പോൾ കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ നമുക്ക് സീക് തീറ്റ, സീക്കന്റ്, നമ്മൾ സീക് തീറ്റ എന്ന് ചുരുക്കി പറയും. സീക്കന്റ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ, അതായത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇനിയുണ്ട് കോട്ട് തീറ്റ, കോട്ട് ടാൻജന്റ് എന്ന് ചുരുക്കിയിട്ട് നമ്മൾ കോട്ട് എന്ന് പറയും. അത് ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ്, അതായത് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, ചുരുക്കിയിട്ട് കോട്ട് തീറ്റ ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ കൊസീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അങ്ങനെ സൈന്, കോസ്, ടാന്, ഇങ്ങനെ 3 റേഷ്യോസ്, അതിന്റെ റെസിപ്രോക്കൽസ് ആണ് കൊസീക്ക്, സീക്ക്, കോട്ട്. ഇതാണ് നമ്മുടെ 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ഇൻ ട്രയാങ്കിൾ ABC, റൈറ്റ് ആംഗിൾ അറ്റ് B, AB equal to 24 cm, BC equal to 7 cm. It meant sin A, cos A, അതുപോലെ സെക്കൻഡ് ക്വസ്റ്റിന് സൈൻ C, cos C. അപ്പോൾ എയുടെയും സിയുടെയും സൈനും കോസും വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ വരച്ച് നോക്കാം. ഇൻ ട്രയാങ്കിൾ ABC, റൈറ്റ് ആംഗിൾ അറ്റ് B. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ വരച്ചു. ABC എന്നുള്ള ട്രയാങ്കിൾ വരച്ചു. B ആണ് അവിടെ റൈറ്റ് ആംഗിൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ABയുടെ വാല്യൂ 24 cm. ABക്ക് നമ്മൾ 24 എന്ന് മാർക്ക് ചെയ്തു. അതുപോലെ BC 7 cm, BCക്ക് 7 എന്ന് മാർക്ക് ചെയ്തു. നമുക്ക് സൈനും കോസും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹൈപ്പോട്ടന്യൂസ് വേണം. പക്ഷെ ക്വസ്റ്റ്യൻ അത് ഹൈപ്പോട്ടന്യൂസ് കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, നമുക്ക് 2 സൈഡ് അറിയാമെങ്കിൽ 3ാമത്തെ സൈഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ ട്രയാങ്കിൾ ABC, ആംഗിൾ B ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്.
അപ്പോൾ എ സി ആണ് ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് കാണാൻ വേണ്ടി നമുക്ക് പൈ ദ പവർ 0 ഉപയോഗിക്കാം. ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്. അതാണ് പൈ ദ പവർ 0. അത് ഉപയോഗിച്ച് നമുക്ക് എ സി കണ്ടുപിടിക്കാം, അതായത് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ ചെയ്ത് നോക്കാം. എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ. എ ബിയുടെ വാല്യൂ നമുക്കറിയാം 24 ആണ്. അപ്പോൾ 24 സ്ക്വയർ പ്ലസ് ബി സിയുടെ വാല്യൂ അറിയാൻ 7 ആണ്, 7 സ്ക്വയർ. എ സി സ്ക്വയർ ഈസ് ഈക്വൽ 24 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ ആണ്, ഈക്വൽ ടു 576 പ്ലസ് 49. അപ്പോൾ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് 625 എന്ന് കിട്ടി. അതിൽ നിന്നും എ സിയുടെ വാല്യൂ റൂട്ട് ഓഫ് 625 ഈക്വൽ ടു 25 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എ സി കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിളിലെ 3 സൈഡ്സ് നമുക്ക് കിട്ടി. ഇനി ഈ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മുടെ ട്രിഗ്നോമെട്രിയിൽ പറഞ്ഞത്, സൈനും കോസും ഒക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. സൈൻ എ. അപ്പോൾ എ എന്ന ആംഗിളിനെ ബേസ് ചെയ്തിട്ട് വേണം സൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ സൈൻ എ ഈക്വൽ ടു, എ എന്ന ആംഗിൾ അവിടെ എടുത്തു. സൈൻ എ ഈക്വൽ ടു ഏതാണ്? സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് അവിടെ 7 സെന്റിമീറ്റർ ബി സി ആണ്. ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി, ബി സി ബൈ എ സി ആണ്. അപ്പോൾ സൈൻ എ ഈക്വൽ ടു ബി സിയുടെ വാല്യൂ അറിയാം 7 സെന്റിമീറ്റർ ആണ്. 7 ബൈ എ സിയുടെ വാല്യൂ 25, 7 ബൈ 25 എന്ന് കിട്ടുന്നു. ഇതാണ് സൈൻ എ. അപ്പോൾ ആ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് കോസ് എ. കോസ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഇവിടുത്തെ അഡ്ജസെന്റ് സൈഡ് ഏതാണ്? എയുടെ അഡ്ജസെന്റ് സൈഡ്, എയുടെ തൊട്ട് നിൽക്കുന്ന സൈഡ് 24 സെന്റിമീറ്റർ എ ബി ആണ്. അപ്പോൾ എ ബി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി തന്നെ. എ ബി ഡിവൈഡ് ബൈ എ സി ഈക്വൽ ടു കോസ് എ ഈക്വൽ ടു, അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ബിയുടെ വാല്യൂ 24 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ എ സിയുടെ വാല്യൂ 25 സെന്റിമീറ്റർ. അപ്പോൾ കോസ് എ ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 25 നമുക്ക് കിട്ടും. ഇനി അതിന്റെ സെക്കൻഡ് ക്വസ്റ്റിനകത്ത് സൈൻ സി വേണം, കോസ് സി വേണം. അപ്പോൾ സൈൻ സി കണ്ടുപിടിക്കാൻ സൈൻ സി ഈക്വൽ ടു, അപ്പോൾ സി എന്ന ആംഗിളിനെ ബേസ് ഇവിടെ നോക്കുക. നമ്മൾ സി എന്ന ആംഗിളാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും സി എന്ന ആംഗിളിന്റെ അഡ്ജസ്റ്റന്റ് സൈഡും ഒക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സി എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എ ബി ആണ്. എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 25 തന്നെ. അപ്പോൾ എ ബി ബൈ എ സി ഈക്വൽ ടു വാല്യൂ കൊടുക്കാം 24 ഡിവൈഡ് ബൈ 25. അപ്പോൾ സൈൻ സി കിട്ടി. ഇനി കോസ് സി. കോസ് എന്ന് പറയുമ്പോൾ സി എന്ന ആംഗിളിനെ തന്നെ ബേസ് ചെയ്തിട്ട് കോസ് അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ അതിന്റെ അഡ്ജസെന്റ് സൈഡ് ബി സി ആണ്. ബി സി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി തന്നെ ബൈ എ സി. ഇനി നമുക്ക് വാല്യൂ കൊടുത്താൽ ഈക്വൽ ടു കോസ് സി ഈക്വൽ ടു ബി സിയുടെ വാല്യൂ 7 സെന്റിമീറ്റർ. 7 ഡിവൈഡഡ് ബൈ എ സിയുടെ വാല്യൂ 25. അപ്പോൾ 7 ബൈ 25. അപ്പോൾ കോസ് സി ഈക്വൽ ടു 7 ബൈ 25 എന്ന് നമുക്ക് കിട്ടി. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ഫിഗർ ഫൈൻഡ് ടാൻ പി മൈനസ് കോട്ട് ആർ. ടാൻ പിയും കോട്ട് ആറും. അപ്പോൾ പി എന്ന് പറയുന്ന ആംഗിളിന്റെ ടാൻ വാല്യൂ കണ്ടുപിടിക്കണം. അതുപോലെ ആർ എന്ന് പറയുന്ന ആംഗിളിന്റെ കോട്ട് വാല്യൂയും കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ക്യു ആർ എന്നുള്ള സൈഡ് വേണം. അപ്പോൾ നമുക്ക് അവിടെ പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. അപ്പോൾ ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ആംഗിൾ ക്യു ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ പി ആർ സ്ക്വയർ അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു പൈതഗോറസ് തിയറം ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ക്യു ആർ ആണ്. അപ്പോൾ ക്യു ആർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? പി ആർ സ്ക്വയർ 13 സ്ക്വയർ ആണ് ഈക്വൽ ടു പി ക്യു സ്ക്വയർ നമുക്കറിയാം 12 ആണ്. അപ്പോൾ 12 സ്ക്വയർ പ്ലസ് ക്യു ആർ സ്ക്വയർ ഇനി ഈക്വൽ ടു 169. നമ്മൾ ആ 12 സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. കാരണം നമുക്ക് റൈറ്റ് സൈഡിൽ ക്യു ആർ സ്ക്വയർ കിട്ടണം. അപ്പോൾ മൈനസ് 144, 12 സ്ക്വയർ 144 ഈക്വൽ ടു ക്യു ആർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമ്മൾ 169 144 കുറയ്ക്കുന്നു. അപ്പോൾ ക്യു ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് 25 എന്ന് കിട്ടി. ദെർഫോർ ക്യു ആർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 25ന്റെ റൂട്ട് 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിലെ 3 സൈഡുകളും കിട്ടി. ഇനി നമുക്ക് ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോ എടുത്താൽ മതി. അപ്പോൾ ടാൻ പി, അപ്പോൾ നമ്മൾ പി എന്ന ആംഗിളിനെ സെലക്ട് ചെയ്തു, ടാൻ പി. ഇനി അപ്പോൾ ടാൻ പി ഈസ് ഈക്വൽ ടു പിയുടെ ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. അപ്പോൾ പിയുടെ ഓപ്പോസിറ്റ് സൈഡ് ക്യു ആർ ആണ്. ക്യു ആർ ഡിവൈഡഡ് ബൈ പിയുടെ അഡ്ജസെന്റ് സൈഡ് പി ക്യു ആണ്. അപ്പോൾ ക്യു ആർ ഡിവൈഡഡ് ബൈ പി ക്യു നമുക്ക് കിട്ടി. അപ്പോൾ അതിന്റെ വാല്യൂ കൊടുത്താൽ ടാൻ പി ഈസ് ഈക്വൽ ടു ക്യു ആർ 5 സെന്റിമീറ്റർ ആണ്. അതുപോലെ പി ക്യു നമുക്ക് 12 സെന്റിമീറ്റർ എന്ന് പറയാം. 5 ബൈ 12 എന്ന് കിട്ടി. ഇനി നമുക്ക് കോട്ട് ആർ കണ്ടുപിടിക്കണം.
അപ്പോൾ ആർ എന്നുള്ള ആംഗിളിനെ സെലക്ട് ചെയ്തിട്ട് അതിന്റെ കോട്ട് വാല്യൂ, കോട്ട് ആർ ഈസ് ഈക്വൽ ടു, കോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ടാന് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആയിരുന്നു. അപ്പോൾ കോട്ട് എന്ന് പറയുന്നത് ടാന്റെ റെസിപ്രോക്കൽ ആണ്. ഓപ്പോസിറ്റ് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ടാൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആയിരുന്നു. അപ്പോൾ കോട്ട് അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്. അപ്പോൾ ക്യു ആർ ഡിവൈഡഡ് ബൈ പി ക്യു. ഇവിടെ ടാൻ പി ക്യു കിട്ടുന്നത് ക്യു ആർ ഡിവൈഡ് ബൈ പി ക്യു ആണ്. ഇവിടെ കോട്ടിന്റെ വാല്യൂ നമ്മൾ ആർ എന്ന ആംഗിളിലാണ് കാണുന്നത്. അപ്പോൾ കോട്ട് കണ്ടുപിടിക്കുമ്പോൾ ആറിന്റെ ഓപ്പോസിറ്റ് 12 ആണ്. അതുപോലെ ആറിന്റെ അഡ്ജസന്റ് സൈഡ് 5 ആണ്. അപ്പോൾ വാല്യൂ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 5/12 എന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ടാൻ പി മൈനസ് കോട്ട് ആർ ആണ്. ടാൻ പി മൈനസ് കോട്ട് ആർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടണം, ടാൻ പി 5/12 ആണ്. അതുപോലെ കോട്ട് ആർ നമുക്ക് 5/12 ആണ്. അപ്പോൾ 5/12 മൈനസ് 5/12 ഈക്വൽ ടു ഇതിന്റെ വാല്യൂ നമുക്ക് ടാൻ പി മൈനസ് കോട്ട് ആർ എന്നതിന്റെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടി.